സിനിമാ തിയേറ്ററിൽ ഇപ്പൊ പോകുമ്പോ സിനിമ കാണാൻ പോകുന്നതാണോ അതോ കൺസേർട്ടിന് പോവാണോ എന്നുള്ള സംശയമാണ് എല്ലാ ആളുകൾക്കും. കാരണം നമ്മളെ ലാലേട്ടന്റെ തലയുടെ പൂണ്ട് വിളയാട്ടാണ്. ലാലേട്ടൻ സ്ക്രീനിൽ നിന്ന് പാട്ട് പാടുമ്പോൾ പിള്ളേരെല്ലാരും സ്ക്രീനിന് പുറത്ത് നിന്ന് ചോട്ടാ മുംബൈയിലെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ അടിപൊളി പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം നമ്മുടെ മുത്ത് രാഹുൽ രാജാണ് നമ്മുടെ കൂടെ. നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. കൊച്ചിക്കാരുടെ സ്വന്തം രാഹുൽ രാജ്. നേരത്തെ പറഞ്ഞ പോലെ ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്ത് ഭയങ്കര ഓളാണ്. ഒരു പടത്തിനും ഇത്ര ഹൈപ്പ് കിട്ടിയിട്ടില്ല റീ റിലീസ് ചെയ്തിട്ട്. അപ്പൊ എന്ത് തോന്നുന്നു? വാട്ട് ഡു യു ഫീൽ? ഇത്രയും വർഷം കഴിഞ്ഞ് ആ ഒരു സോങ്ങിന്റെ ഫ്രഷ്നെസ് ഒന്നും പോകുന്നില്ല. പിള്ളേരെല്ലാരും ചേച്ചിമാര്, ചേട്ടന്മാര്, ജെൻസി പിള്ളേര്, എല്ലാ വൈബുള്ള പിള്ളേരും കിടന്ന് എൻജോയ് ചെയ്യാണ്. എന്ത് തോന്നുന്നു? ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ ഇപ്പൊ ഇതിനു മുമ്പ് റീ റിലീസസ് ഉണ്ടായി, അത് കാണേണ്ട ആളുകൾ കണ്ടു, വന്നു പോയി എന്നുള്ളതല്ലാണ്ട് ഓക്കെ ഒരു ചോട്ടാ മുംബൈ ആയതുകൊണ്ട് അത് ആ ഒരു ജോണർ അങ്ങനെയാണ്. ആ സിനിമയുടെ ഒരു സെലിബ്രേറ്ററി ജോണർ ആണല്ലോ. അതുകൊണ്ട് ഒരു പക്ഷെ ഫാൻസ് പിള്ളേർ കുറെ ആഘോഷിക്കും, കുറച്ച് ആഘോഷിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയുള്ളൂ. ഇത് ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഫാമിലീസിലേക്കൊക്കെ കയറും എന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതാണ് എന്റെ സത്യം. അത് നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടിരിക്കുക, ഇതെന്താ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. തിയേറ്ററിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോ, അതായത് ലാലേട്ടൻ വന്ന് തല മറ്റേ വാസ്കോയുടെ ഗാമൊക്കെ പാട്ട് പാടുമ്പോ ഈ ഓഡിയൻസ് കിടന്ന് തുള്ളുമല്ലോ. അപ്പൊ അതിലൊരു ചേട്ടൻ പറയുന്നുണ്ട്, വെക്കടാ ഇതിന് മുകളിൽ ഒരു സാധനം, എന്നടാ പണി വെച്ചിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് രാഹുൽ രാജിനെ കുറിച്ച് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താങ്കളെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു ശരിക്കും സിനിമയിലെ സംഗീതം exists a lot, coexists with the movie. അത് തിയേറ്ററിനകത്ത് കണ്ട് ആസ്വദിക്കുമ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു റിയൽ പവറിൽ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ചോട്ടാ മുംബൈ. ഒരു പക്ഷേ 2007 സിനിമ കണ്ട ആളുകളൊക്കെ ഒരു മിഡ് 30s പ്ലസ് ആളുകളായിരിക്കാം. അവരുടെ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കും സിനിമ, അല്ലെ 40s അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും. അപ്പൊ അവര് അതിനുശേഷം അവരുടെ മുന്നിലേക്ക് ഒത്തിരി നല്ല സിനിമകളും പാട്ടുകളും എല്ലാം വന്നിട്ടുണ്ട് അല്ലെ. ഈ ഒരു പാസേജ് ഓഫ് ടൈമിൽ ഒത്തിരി ഒരു ഫീഡ്സ് അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്, മ്യൂസിക്കലിയും സിനിമാറ്റിക് ഒക്കെ ആയിട്ട്. അപ്പൊ അതൊരു പക്ഷേ നമ്മുടെ ബാക്ക് ഷെൽഫിലേക്ക് മാറ്റി വെക്കും. ഓക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്, ഓക്കെ അത് മനസ്സിലുണ്ട്. പക്ഷെ അതിന്റെ മെമ്മറീസ് ഫെയ്ഡായി ആ അനുഭവം ഫെയ്ഡായി പോകും. പക്ഷെ അത് പിന്നീട് അടുത്ത ആളുകൾ ചോട്ടാ മുംബൈനെ പറ്റി സംസാരിക്കും, അടുത്ത ജനറേഷനിലുള്ള പിള്ളേര് സംസാരിക്കുമ്പോൾ അവര് ഒരുപക്ഷെ യൂട്യൂബിൽ എടുത്ത് കാണും. അപ്പൊ യൂട്യൂബിൽ ഡെഫിനറ്റ്ലി അതിന്റെ മിക്സ് അല്ലെങ്കിൽ സൗണ്ട് ഒന്നും നമ്മൾ ഉദ്ദേശിച്ച സൗണ്ടിലൊന്നും അല്ലാതെ കിടക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കലി ഉള്ള നമ്മൾ മനസ്സിൽ വെച്ചതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തതുമായിട്ടുള്ള ഔട്ട്പുട്ട് ഒന്നും ഒരിക്കലും കുറെ ആളുകളെങ്കിലും അത് അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ പക്ഷെ അത് ദാറ്റ് ഇസ് ഗോൺ വിത്ത് ദ വിൻഡ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വിട്ട് വെച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷെ അതിപ്പോൾ ഈ റീ റിലീസ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീ റിലീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡയറക്ടറിന്റെ ഉറക്കം പോയി. എന്നിട്ട് പറഞ്ഞു, കാരണം നമ്മുടെ പിള്ളേരും ഒക്കെ ഇത് കാണും, ഇവര് അവസാനം വന്ന് പറയും ഇതാണോ നിങ്ങളുടെ ചോട്ടാ മുംബൈ എന്ന് പറയരുത്. നമ്മള് ധൃതി പിടിച്ച് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അന്നൊരു 12 ദിവസത്തിലൊക്കെയാണ് അതിന്റെ ബിഗ് സ്കോറൊക്കെ തീർത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി അന്നത്തെ സ്റ്റാൻഡേർഡ്സിൽ അത് ഭയങ്കര ടൈം എടുത്തിട്ടെന്ന് വേണമെങ്കിൽ. കാരണം 8-10 ദിവസത്തിനുള്ളിൽ തന്നെ സിനിമകളുടെ BGMs ഒക്കെ തീർത്തിരുന്ന ഒരു കാലമാണ്. അപ്പോൾ 12 ദിവസം എടുത്തു രാഹുലെ എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. 12 ദിവസം തന്നെ കുറച്ച് കൂടുതൽ പോലെയാണ്. അപ്പൊ നമ്മൾ അത് ധൃതി പിടിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു തീർത്തൊരു വർക്കാണ് എന്നെങ്കിൽ പോലും അതിൽ നമുക്കറിയാം ചില എൻഡുകൾ, ചില എവിടെയൊക്കെയോ കുറച്ച് ഷാർപ്പ് എഡ്ജസ് ഉണ്ട് എന്ന് നമുക്കറിയാം. പ്രേക്ഷകർക്ക് അറിയണമെന്നില്ല. ആസ് എ മേക്കർ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻസൈഡർ ആയിട്ട് നമുക്കറിയാം ഇന്ന സ്ഥലങ്ങളിൽ മെച്ചപ്പെടുത്തായിരുന്നു, അല്ലെങ്കിൽ സൗണ്ട് കുറച്ചുകൂടെ മിക്സ് പ്രോപ്പർ ആക്കാമായിരുന്നു എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു അവസരം വന്നപ്പോൾ അഡ്രസ് ചെയ്തു. അതൊരു വലിയൊരു ഒരു അവസരമാണ്. അതിന് നമ്മളിപ്പോ അതൊന്നിനുമല്ല, ദിസ് ഇസ് വാട്ട് വി വാണ്ടഡ്. നമ്മൾ ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഇത് ആളുകളിലോട്ട് ഇങ്ങനെയാണ് അത് എത്തേണ്ടത്. അപ്പൊ ഈ ഒരു അവസരം നമുക്കൊരു ഗോൾഡൻ ചാൻസ് ആണ് ടു ആക്ച്വലി ഷോ വാട്ട് വി ഡിഡ്. ഒത്തിരി ആളുകൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്തു വെച്ചിരുന്നെന്ന് പറയുമ്പോൾ ശരിക്കും പറയാം ഐ എം ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ഓൾസോ ടു ദ ഫാക്ട് ദാറ്റ് വി കുഡ് സിറ്റ് ലിറ്റിൽ ബിറ്റ് ഓൺ ഇറ്റ് അഗെയിൻ. കുറച്ചും കൂടെ ഒന്ന് ഇരുന്ന് അതിലൊന്ന് പണിയാനുള്ളൊരു അവസരം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം ഇപ്പോൾ ആളുകൾ തിയേറ്ററിൽ വരുമ്പോൾ ദേ ഷുഡ് ഹാവ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. സൗണ്ട് സോണിക്കലി ആണെങ്കിലും വിഷ്വലി ആണെങ്കിലും ആളുകൾക്ക് അത് കിട്ടണം. അപ്പൊ കിട്ടാൻ വേണ്ടി ഒരു പൈസ വസൂൽ എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് വർക്ക് ചെയ്യേണ്ടിയിരിക്കും അല്ലേ. അപ്പൊ അതാണ് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അപ്പൊ നമ്മളിപ്പോ ഒരു നല്ലൊരു നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പ്, ഒരു ഡെക്കേഡ്സ് ഉള്ളൊരു ഷോപ്പ്,
അതിനൊരു പുതിയ മാറ്റം സംഭവിച്ച് അതൊന്നും കൂടെ റീവാമ്പ് ചെയ്ത് പുതിയൊരു ആഡൊക്കെ കൊടുത്ത് പുതിയ രീതിയിൽ ഇറക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഓൾവേസ് ഇൻവൈറ്റ് ന്യൂ ഓഡിയൻസ് ഇല്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം തന്നെ. എനിക്ക് ആ സമയത്ത് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, ചോട്ടാ മുമ്പ് ഇറങ്ങുന്ന സമയത്ത് ജനിച്ചിരുന്നു. അപ്പൊ നമുക്ക് ആ തിയേറ്ററിൽ പോയി, ഒന്നാമത് നമ്മള് കുടുംബക്കാർ അങ്ങനെ ഒരു സിനിമയായിട്ട് വലിയൊരു കണക്ട് ഉണ്ടായിരുന്നില്ല, അപ്പൊ തിയേറ്ററിലൊന്നും പോയി കണ്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ പോയി കണ്ടത്. അതിനു മുമ്പ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? മറ്റേ സൂര്യ ടിവിയിലൊക്കെ ഇങ്ങനെ വരുമ്പോ അങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാതെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരുപാട് പിള്ളേർ ഇതിൽ കേറുന്നതെന്ന് വെച്ചാൽ ഒരു ഉത്സവം പോലെയാണ്. ഈ ക്രിസ്മസ്, ഓണം, ആ ഒരു വിഷു, ക്ലബിലേക്കൊക്കെ പോകുന്ന പോലെ പിള്ളേര് കപ്പിൾസ് ആയിട്ടും ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ടും ഫാമിലീസ് വരുന്നത് ഇവരെ കാണാൻ. സാധാരണ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഫാമിലി ഓഡിയൻസിന് സാധാരണ പിള്ളേര് കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് അലോസരം ഉണ്ടാവാറുണ്ട് സിനിമകളിൽ. അവർക്കൊക്കെ ഒന്നും ഉണ്ടായിരുന്ന സിനിമ കാണാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെ നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷെ അവർ ആക്ച്വലി ഇത് ഇപ്പൊ വരുന്നത് ടു സീ ദിസ് കിഡ്സ് ഡാൻസിങ്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു. അതായത് ഒരു മകൻ അമ്മേന്റെ അടുത്ത് പറയുന്നത് നമുക്ക് രാത്രി നൈറ്റ് ഷോ കാണാൻ പോയാലോ. അപ്പൊ അമ്മ ഇങ്ങനെ ചോട്ടാ മുമ്പേ റിലീസ് കാണാൻ പോലെ. അപ്പൊ അമ്മ രാത്രി ഒന്നും എനിക്ക് പോവാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ തിയേറ്ററിൽ കിടന്ന് തുള്ളുകയാണ് ആ പാട്ട് കേട്ടിട്ട്. തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി മൊത്തം ഫ്ലാഷ് ലൈറ്റ്സും എന്തൊരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു യൂണിവേഴ്സിന് നന്ദി, ഈശ്വരന് നന്ദി. അത് തന്നെയാണ് എനിക്ക്. കാരണം നമ്മള് എപ്പോഴോ ചെയ്തു വെച്ചിരുന്ന ഒരു വർക്ക് ഇങ്ങനെ ഒരു റിസർജൻസ്, ഒരു കൈൻഡ് ഓഫ് ഒരു കരിയർ റീബൂട്ട് എന്ന് വേണം തന്നെ, ഒരു അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു എപ്പിസോഡ് എന്നുള്ള രീതി പോലും അതിനെ കണക്കാക്കാം. അത്രയും ഒരു വൈബ് അതിന് കിട്ടി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരു മ്യൂസിഷ്യനെ സംബന്ധിച്ചോളം ഇറ്റ്സ് ഓൾ അബൌട്ട് അല്ല, ഒരു മൂവി കമ്പോസറിനെ സംബന്ധിച്ചോളം ആ സിനിമയും വളരെ പ്രാധാന്യമാണ്. ആ സിനിമയിൽ അത് പ്ലേസ് ചെയ്യപ്പെടുമ്പോഴാണ് അതിന് ഇത്ര മൂല്യം ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ പറയില്ലേ നല്ലൊരു ചില ആഭരണങ്ങൾ അത് അണിയേണ്ട ആളുകൾ അണിയുമ്പോഴാണ് അതിന് ഇത് ഇത്ര ഭംഗി ഉണ്ടായിരുന്നു ഈ സാധനത്തിന് മനസ്സിലാവും അല്ലേ. അതല്ലാണ്ട് ആ കടയിൽ അങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വേണമെന്നില്ല, നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ഹൗവർ ഗുഡ് മ്യൂസിക് ഈസ്, ഈവൻ ഇഫ് യു ഹാവ് ക്രിയേറ്റഡ് എ മാസ്റ്റർ പീസ്, അത് ആ കൃത്യമായിട്ടുള്ള ഒരു സിനിമയിൽ അത് പ്ലേസ് ചെയ്യപ്പെടേണ്ട സിറ്റുവേഷനിൽ അവിടെ ദ പ്രേക്ഷകൻ ഫീൽസ് ദാറ്റ് ദർ ഇസ് എ സോങ് നീഡഡ് ഹിയർ, അവിടെയാണ് ആ പാട്ട് വാവ് എന്ന് പറഞ്ഞൊരു ഇമോഷൻ കൊടുക്കുക. അതിനൊരു വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ചോട്ടാ മുംബൈ. അതല്ലാണ്ട് ഇപ്പൊ നമ്മളൊരു അമേസിംഗ് പാട്ട് ഉണ്ടാക്കിയപ്പോഴും അതൊരു റോങ് പ്ലേസ്മെന്റിലോ അല്ലെങ്കിൽ ഒരു റോങ് സിനിമയിലോ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് എപ്പോഴും ആ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ പാട്ട്, ആകാശമാകെ കണിമലർ, അല്ലെങ്കിൽ ആ പാട്ടുകളൊക്കെ അത് നമുക്ക് സോളമന്റെയും സോഫിയുടെയും പ്രണയത്തെ മാറ്റി വെച്ച് ഒരിക്കലും കേൾക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ അത് എറ്റേണൽ ആയത് ആ സംഗീതവും കൊണ്ടാണ്. ആ സംഗീതം എറ്റേണൽ ആയത് ആ സിനിമയുടെ ആ കഥയും ആ ബ്യൂട്ടിയും സ്ക്രിപ്റ്റും എല്ലാം കൊണ്ടാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാരീഡ് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞൊരു അവസ്ഥ. അപ്പൊ അതുപോലെ അങ്ങനെ തന്നെ ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ തന്നെ ഔട്ട്പുട്ട് നമുക്ക് ആ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു ജനറേഷന് അത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റും നമുക്ക് അറിയില്ലായിരുന്നു. ബട്ട് വി ആർ സോ ഗ്രേറ്റ്ഫുൾ. അത് ഇങ്ങനെ എടുത്തു എന്നുള്ളത് അത്ഭുതമാണ്.